നിനക്ക് വിശക്കുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. നീ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാ, ഇത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാ. വിശദീകരിക്കുന്നില്ല. ഇനി മരണത്തിന് ശേഷം ഒരു പ്രതിഫലമുണ്ട് ചെറുപ്പക്കാരാ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. റബ്ബേ, അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ആ രംഗത്തെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞല്ലോ, ഗർഭിണികളായ പെണ്ണുങ്ങൾ അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാ. പെങ്ങളെ, നീ എന്ന് പറയുന്നത് പ്രസവത്തിന് മരണവേദനയാണെന്നാ എങ്കിൽ ഇത്രയും ബൂസ്റ്റപ്പ് ചെയ്ത് പറയുന്ന വേദനയുണ്ടല്ലോ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു പെണ്ണ് പ്രസവിച്ചാൽ അവൾ അറിയൂല. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് മസ്റയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗം നടത്തുമ്പോ ആയിഷ ബീബി വീടിനകത്തിരുന്ന് പ്രഭാഷണം കേൾക്കുകയാണ്. നബി തങ്ങളെ നസീഹത്ത് കഴിഞ്ഞു വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. നബി തങ്ങൾ ഓടിച്ചെന്നോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ച് മടിത്തട്ടിലേക്ക് കിടത്തി. നബി തങ്ങൾ ചോദിക്കുന്നു, ആയിഷ എന്തു പറ്റി ആയിഷ, എന്തു പറ്റി ആയിഷ, എന്താണ് നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങ് പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് കരഞ്ഞു പോയതാ നബിയേ, പേടിച്ചു പോയതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാ, അവിടെന്ന് സമാധാനിപ്പിക്കുകയാ. ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്നോട് സ്നേഹമുണ്ടോ നബിയേ, എന്നെ ഇഷ്ടമാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ, നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? എന്നെ പരിഗണിക്കുമോ നബിയേ? എന്നെ കണ്ട പരിചയം കാണിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ നബി തങ്ങൾ കരയുകയാ, നബി തങ്ങൾ കരയുകയാ. ആയിഷ, അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലമുണ്ട് ആയിഷ. അവിടെ ആരെങ്കിലും എത്തിക്കഴിഞ്ഞ ഫലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളും പിന്നെ തിരിഞ്ഞു നോക്കില്ല, ഒരാളും സഹായിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, 10 മണിയായില്ലേ ബാപ്പാ, 10 മണി കഴിഞ്ഞില്ലേ ബാപ്പാ, ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുകയാണ്. വല്ലാത്ത ചൂടല്ലേ പെങ്ങള്? ഫർദയിലൂടെ ഫർദയ്ക്ക് ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ ശരീരത്തിന്റെ വിയർപ്പ് തുടയ്ക്കുന്ന ഉമ്മ, എവിടെയാണ് സൂര്യൻ നിൽക്കുന്നതെന്നറിയോ? നിന്റെ തലയേക്കാൾ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ്. ആ
സൂര്യൻ അസ്തമിച്ചോ, 6 മണി കഴിഞ്ഞപ്പോ അസ്തമിച്ചതാണ്. ഇപ്പം 4 മണി 4.5 മണിക്കൂറായി. ഇപ്പോഴും നിനക്ക് ചൂടാട്, ഇപ്പോഴും നിനക്ക് വിയർക്കുന്നല്ലോ വാപ്പാ. ഇതൊന്നും ഒരു ചൂടല്ല വാപ്പാ, ഇതൊന്നും ഒരു വിയർപ്പല്ല വാപ്പാ, അതൊക്കെ അങ്ങ് പരലോകത്താ. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വന്തോഷ വണ്ടിയോ മായി വരും നേ കാണാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? ആ ചെളിക്കകത്ത് നിന്ന് ഉണ്ടാക്കിയ ഇഷ്ടിക എങ്ങനെയാ ചുമന്ന നിറമായത്? അത് ചൂളക്കകത്തിട്ട് കത്തിച്ച് നിറം മാറ്റിയതാണ്. അടുത്തു പോയിട്ടുണ്ടോ ബാപ്പാ? നീ ചൂളയുടെ ചാരത്ത് പോയവനല്ലേ? എന്തൊരു ചൂടാ, എന്തൊരു പ്രയാസമാ. ഒന്നുമല്ല വാപ്പമാര്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാളവണ്ടി കണ്ടിട്ടുണ്ടോ മോനെ? ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയുടെ വായിൽ നിന്ന് പതയും നൊരയും ഒഴുകുകയാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് നിനക്ക് കാണാ മനുഷ്യന്റെ വായിലൂടെ പതയും നൊരയും ഒഴുകുകയാ. പെങ്ങന്മാരെ, ചോറ് വെക്കുമല്ലോ, കലത്തിനകത്ത് കടന്ന് ചോറിങ്ങനെ തിളച്ച് മറിയുന്നത് കാണുന്ന ഉമ്മ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് മുഖത്തുകൂടെ ഒഴുകുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും മൂടുകയാണ്. യാ വൈലത്താ, യാ ഹസ്റത്താ, എന്റെ നാശമേ, നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉടുതുണിയില്ലാതെ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവേ, ഒരു ജാണ് മുകളിലേക്ക് സൂര്യനെ അല്ലാഹു ഇറക്കുകയാണ്. 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യന് നിന്റെ തലയുടെ ഒരു ജാണ് മുകളിലേക്ക് സുബ്ഹാനല്ലാഹ് അല്ലാഹു താഴ്ത്തുമല്ലോ. ഉടുതുണിയില്ലല്ലോ, ചെമ്പിന്റെ തറയിലാ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ജനങ്ങൾ മുഴുവനും കരയുന്ന ദിവസം. അന്ന് എല്ലാവരും കൂടെ ആദം നബിയുടെ മുമ്പിലേക്ക് കടന്നു പോവുകയാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ, നിങ്ങൾ അല്ലാഹുവല്ലേ സൃഷ്ടിച്ചത്, അല്ലാഹുവല്ലേ റൂഹൂദിയത്, നിങ്ങൾ സ്വർഗത്തിൽ ജീവിച്ച ആദ്യത്തെ മനുഷ്യനല്ലേ, ഞങ്ങളെ സഹായിക്കുമോ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ജനങ്ങൾ മുഴുവനും ചെന്ന് ചോദിക്കുമ്പോ ആദം നബി പറയുകയാ, നഫ്സി നഫ്സി, എന്റെ കാര്യം തന്നെ എന്ന സങ്കടത്തിലാണ് ഞാൻ ഇന്ന്, വല്ലാത്ത ഒരു പ്രയാസത്തിലാ. എന്റെ കാര്യം എന്താകുമെന്ന് എനിക്കറിയില്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയെ കാണിച്ചു കൊടുക്കുകയാ. എല്ലാവരും നൂഹ് നബിയുടെ ചാരത്തു ചെല്ലുകയാണ്. നൂഹ് നബിയും പറയുന്നു, മക്കളെ, എന്റെ കാര്യം വല്ലാത്ത പ്രയാസത്തിലാ. നൂഹ് നബി അടുത്ത പ്രവാചകനെ കാണിക്കുകയാ. മൂസാ നബിയുടെ ചാരത്ത് ചെന്നോ, ഇബ്രാഹിം നബിയുടെ ചാരത്ത് ചെന്നോ, യൂനുസ് നബിയുടെ ചാരത്ത് ചെന്നോ, ഓരോ പ്രവാചകന്മാരുടെ ചാരത്തും ഞാനും നിങ്ങളും കടന്നു പോവുകയാണ്. എല്ലാവരും കൈവിടുകയാണ്, എല്ലാവരും കൈയിടുകയാണ്. ആരാരും നമ്മളെ സഹായിക്കാനില്ലാതെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, വാടാ സിറാജ്, വാടാ പൊന്നുമോനെ, വാടാ പൊന്നുമോര്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കോടാനുകോടി വരുന്ന ജനങ്ങള്, നാളെ അല്ലാഹുവിന്റെ കോടതിയില് കോടാനുകോടി വരുന്ന ജനങ്ങൾ നിൽക്കുകയാ. ഈ വഅദ് പറയുന്ന സദസ്സിൽ വഅദ് നിർത്തിയിട്ട് ഒരാളെ ഞാൻ വിളിച്ച് സ്റ്റേജിൽ കിരുത്തിയാൽ എത്ര സന്തോഷമാ സഹോദരാ. അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാവരും നിൽക്കുകയാ.
ആരൊക്കെയാണ്? ആദം നബി മുതൽ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും. പടച്ചവനെ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, അവിടുത്തെ സ്വഹാബത്ത്, താബീങ്ങൾ, തബഉ താബീങ്ങൾ, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കുടുംബക്കാര്, നിന്റെ കൂട്ടുകാര്, നാട്ടുകാര് എല്ലാവരും നിൽക്കുമ്പോ അള്ളാന്റെ റസൂൽ വിളിക്കുന്നു, വായിഷ. അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുകയാ, നീ എന്റെ അടുക്കലേക്ക് വാ. ആരെയാണ് വിളിക്കുന്നതെന്നറിയോ? സുന്നത്തി ഹുർമത്തു അലൈഹി ശഫാഅതി. ഈ ദുനിയാവിലെ ജീവിതത്തിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ആരാണോ മുറുകെ പിടിച്ചത്, ആരാണോ നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചത്, ആ സുന്നത്ത് മുറുകെ പിടിച്ചവര് നാളെ നബി തങ്ങൾ കയ്യിൽ പിടിച്ച സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉപ്പമാരെ നബി തങ്ങൾ കൈവിടൂല, ചെറുപ്പക്കാരെ നബി തങ്ങൾ കൈവിടൂല, ഉമ്മമാരെ ആര് മറന്നാലും നിന്നെ റസൂലുള്ള മറക്കൂല. ആ നബി തങ്ങൾ നിന്നെ കൊണ്ടുപോകും പെങ്ങള്. ഇത് സുന്നത്ത് ജീവിതത്തിൽ ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ, ഇത് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരെ, സമസ്തയുടെ പണ്ഡിതന്മാര്, പടച്ചവനെ നമുക്ക് മറക്കാൻ പറ്റുമോ? മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് അവിടുത്തെ ബർസഖിയായ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. സമസ്തയുടെ ഏത് പണ്ഡിതന്മാരാകട്ടെ, അല്ലാഹുവേ, കോയക്കുട്ടി ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? പടച്ചവനെ, എത്രയെത്രയോ മഹത്തുക്കളായ പണ്ഡിതന്മാര്, അവരൊക്കെ ജീവിച്ചിരുന്നത് എങ്ങനെയാണോ, എന്തൊരു താഴ്മയായിരുന്നടോ. സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവരല്ലേ, കയ്യിലെ തസ്ബീഹും പിടിച്ച് നടന്നവരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ദുനിയാവിൽ വെച്ച് അല്ലാഹു തരുന്നത് 3 പ്രതിഫലമാ. ആഖിറത്തിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ നിന്റെ കൈപിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കാൻ ഭാഗ്യം തരണേ അല്ലാ. നൂഹ് നബിയുടേതല്ല, മൂസാ നബിയുടേതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഖൈറുൽ ഉമ്മാ, ഏറ്റവും ഖൈറായ ഉമ്മത്ത് നബി തങ്ങളുടെ ഉമ്മത്താണ്. കാരണം യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഒരു പ്രവാചകൻ മരണപ്പെട്ടാൽ അടുത്ത പ്രവാചകൻ, അങ്ങനെ ഓരോ പ്രവാചകന്മാര് മരണപ്പെടുമ്പോൾ അടുത്ത പ്രവാചകന്മാര് അവരാണ് ദഅവത്ത് ചെയ്തിരുന്നത്. പക്ഷേ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ആ പ്രവാചകന്മാര് ചെയ്ത ഉത്തരവാദിത്തം അല്ലാഹു നമുക്ക് തന്നിരിക്കുകയാ. അൽഹംദുലില്ലാഹ്. അതാണ് സമസ്തയുടെ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മുടെ നേതൃത്വങ്ങൾ പറഞ്ഞു തരുന്നത്. അൽഹംദുലില്ലാഹ്. ഇതാടോ പഠിപ്പിച്ചു തരുന്നത്. സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കണോ, ആ കുടക്കീഴിൽ നിൽക്ക്. നിനക്ക് രക്ഷപ്പെടണോ, നിനക്ക് രക്ഷപ്പെടണോ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അൽഹംദുലില്ലാഹ്. ഈ കുടക്കീഴിലെ സഞ്ചരിച്ചാ നമുക്ക് രക്ഷപ്പെടാമടോ. ഞാൻ പറഞ്ഞു വന്നത് നബിതങ്ങൾക്ക് മാത്രമല്ലടോ, നബിതങ്ങളുടെ ഉമ്മത്തിനും ശ്രേഷ്ഠതയുണ്ട്. ഏറ്റവും നല്ല ഉമ്മത്ത് നബിതങ്ങളുടെ ഉമ്മത്താണ്. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മക്ക എന്ന് പറയുന്ന നാടുണ്ടല്ലോ, ഖൈറുൽ ബിലാദ്.
റിയാദ്, ലോകത്തുള്ള ഏറ്റവും നല്ല നാട് മക്കയാ. അത് നബിതങ്ങൾ ജനിച്ച മക്ക. അത് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ മദീന, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന നബിതങ്ങളുടെ നബിതങ്ങളുടെ റൗളാ ശരീഫ് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ മദീനയുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, ഈ ഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും നല്ല നാടാ. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെടുമ്പോ എല്ലാത്തിനും മഹത്വമുണ്ടാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, നബിതങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഗ്രന്ഥം ഖുർആനാണല്ലോ. തൗറാത്തും ഇഞ്ചീലും സബൂറും പരിശുദ്ധമായ ഖുർആൻ, ഈ 4 ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ഗ്രന്ഥം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ. കാരണം നബിതങ്ങളുമായി ബന്ധപ്പെട്ടപ്പോ ഖുർആനിനും വല്ലാത്ത മഹത്വമുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെടുന്ന എല്ലാത്തിനും വല്ലാത്ത മഹത്വമുണ്ടോ. അപ്പൊ അൽഹംദുലില്ലാഹ്, മക്കയ്ക്ക് മഹത്വമുണ്ടായി. നബിതങ്ങൾ ജനിച്ചപ്പോ മക്കയ്ക്ക് മഹത്വമുണ്ടായി. നബിതങ്ങൾ വഫാത്തായി കിടക്കുന്ന മദീനത്തിന് മഹത്വമുണ്ടായി. നബിതങ്ങളുടെ സമുദായത്തിന് മഹത്വമുണ്ടായി. പരിശുദ്ധമായ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത് ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ഗ്രന്ഥമായി. പടച്ചവനെ, ഏത് എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം, ആ ദിവസത്തിനും മഹത്വമുണ്ടോ, ആ ദിവസത്തിനും മഹത്വമുണ്ടോ. തിരിച്ചറിയാൻ കഴിയണം സഹോദരാ. പറയേണ്ടവര് പറയട്ടെ, പറയേണ്ടവര് പറയട്ടെ. അൽഹംദുലില്ലാഹ്, മരിക്കുന്ന കാലം വരെ നബിതങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോ അൽഹംദുലില്ലാഹ് സന്തോഷിക്കാതിരിക്കാൻ കഴിയുമോ? കാരണം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ലിൽ ആലമീൻ, നബി മുഹമ്മദ് മുസ്തഫ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. പടച്ചവനെ, നബി തങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന പേരുണ്ടല്ലോ, ആ പേരിന് പോലും മഹത്വമുണ്ടോ? എവിടെ നിന്നാ പേര് വന്നത്? അന്ന് വരെ ആരും മുഹമ്മദ് എന്ന് പേരിട്ടിട്ടില്ല, ഒരാൾക്കും മുഹമ്മദ് എന്ന് പേരില്ലടോ. എവിടെ നിന്നാ പേര് വന്നത്? ആമിന ബീബി റളിയല്ലാഹു തആല അൻഹാ, നബി തങ്ങളുടെ ഉമ്മയായ ആമിന ബീബിക്ക് ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്തതല്ലേ, അബൂ താലിബൻ അറിയിച്ചു കൊടുത്ത പേരല്ലേ. അതുകൊണ്ട് ആ മുഹമ്മദ് എന്ന പേര് കേട്ടപ്പോ എല്ലാവരും ചോദിച്ചു, എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്ന് കിട്ടി? ഈ മുഹമ്മദ് എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് വന്നതാ? അല്ലാഹുവിന്റെ മഹ്മൂദ് എന്ന് പറയുന്ന സിഫത്തുണ്ടല്ലോ, ആ മഹ്മൂദ് എന്ന് പറയുന്ന പേരിൽ നിന്ന് അടർത്തിയെടുത്ത പേരാ മുഹമ്മദ്. അതുകൊണ്ടാ മോനെ, ആ പേര് കേൾക്കുമ്പോ അറിയാതെ സ്വലാത്ത് പറയുന്നത്. റബ്ബേ, ഏതെങ്കിലും ഒരു മാതാപിതാക്കള് അല്ലാഹു കൊടുത്ത മക്കൾക്ക് നബി തങ്ങളോടുള്ള മഹബത്ത് കാരണം മുഹമ്മദ് എന്ന് പേരിട്ടാ, അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, നബി തങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ മുമ്പില് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് എന്ന് പറയപ്പെട്ടാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്, അങ്ങയോട് വല്ലാത്ത സ്നേഹമാണ് നബിയെ. അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക്, അങ്ങ് ഇഷ്ടപ്പെടുന്നവരെയും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങയുടെ മേലെ സ്വലാത്ത് പറയുന്നവരെയും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പറയുന്നത് അസ്റായീലാ, ചെറുപ്പക്കാരാ. നമ്മുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന മലക്ക് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മേലെ സ്വലാത്ത് പറയുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു നബിയേ.
ഞാനവനെ മറക്കൂല, ഞാനവനെ മറക്കൂല. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഞാൻ അവനോട് സ്നേഹം കാണിക്കുകയാ, കരുണ കാണിക്കുകയാ. എങ്ങനെയാണ് ഞാൻ അവന്റെ റൂഹ് പിടിക്കുന്നതെന്നറിയോ? അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. കൈപക്കിയ ഉപ്പ അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, നിന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയോ? പടച്ചവനെ, എന്തൊരു വേദനയാണെന്നറിയുമോ വാപ്പാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, മരണത്തിന് വേദനയുണ്ട്. അല്ലയാ പറഞ്ഞത് വേദനയുണ്ടെന്ന്. കുല്ലു നഫ്സിന ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് ഈ ലോകം തന്നെ പടച്ച അല്ലയാ. അല്ലയാ പറഞ്ഞത് മരണത്തിന് വേദനയുണ്ടെന്ന്. മോനെ, പിന്നെ വേദനയുണ്ടെന്ന് പറഞ്ഞതാരെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞു, മരണത്തിന് വേദനയുണ്ട്. കുല്ലു നഫ്സിൻ, അതാ നബി തങ്ങൾ പറഞ്ഞല്ലോ. അതാ അല്ലാഹുവിന്റെ റസൂലും അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ. മരണത്തിന് വേദനയുണ്ടെന്ന് നബി തങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തിനാ തെളിവ് വേണോ ചെറുപ്പക്കാരാ? കോഴി അറുത്തിടുന്നത് കണ്ടിട്ടുണ്ടോ? അതാ ഉദ്ഹിയ മൃഗത്തെ അറുത്തിടുന്നത് കണ്ടിട്ടുണ്ടോ? കൈയിട്ടടിക്കുകയാ, കാലിട്ടടിക്കുകയാ, തലയിട്ടടിക്കുകയാ, തുള്ളി ചാടുകയാണ്. എന്തിനാടാ കോടി കടന്ന് ചാടുന്നത്? എന്തിനാ ചിറകിട്ടടിക്കുന്നത്, തലയിട്ടടിക്കുന്നത്? ഉദ്ഹിയ മൃഗം തന്റെ തലയിട്ടടിക്കുകയാ, കാലിട്ടടിക്കുകയാ. പാട്ട് കേട്ടിട്ടല്ല, പിന്നെ എന്തിനാണത് കാലിട്ടടിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടാ. അതുകൊണ്ട് നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുമെന്ന് തീരുമാനിച്ചവരെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ, സാധാരണ ആൾക്കാരുടെ റൂഹ് പിടിക്കുന്നത് പോലെയല്ല, നബിതങ്ങളുടെ മേൽ സ്വലാത്ത് പറയുന്ന, നബിതങ്ങളെ സ്നേഹിക്കുന്ന, ആ നബിതങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊണ്ട് നടക്കുന്നവന്റെ റൂഹ് പിടിക്കുന്നത് പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ, അതാ എണ്ണയ്ക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ അവന്റെ റൂഹ് വേദനിപ്പിക്കാതെ പിടിക്കും നബിയേ. ഞാനവനെ വേദനിപ്പിക്കില്ല നബിയേ. കാരണം അവൻ നബിതങ്ങളെ ഇഷ്ടപ്പെട്ടവനാ, അവിടത്തെ സ്വലാത്ത് പറഞ്ഞവനാ. അതുകൊണ്ട് ഞാനും അവനെ സ്നേഹിക്കുന്നു നബിയേ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രണ്ടാമത്തെ മലക്ക് വരുന്നു, മീകായിൽ അലൈഹിസ്സലാം. നബിതങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എനിക്കും ഇഷ്ടമാണു നബിയേ, ഞാനും സ്നേഹിക്കുന്നു നബിയേ. അങ്ങയുടെ മേൽ സ്വലാത്ത് പറയുന്നവനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. ഞാനവനെ മറക്കൂല, ഞാനവനെ മറക്കൂല. പടച്ചവനെ, പ്രതിഫലം എന്തെന്നറിയോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് ഉമ്മമാര് പ്രസവിച്ചിട്ടതുപോലെ ഉടുതുണിയില്ലാതെ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോകുന്ന ദിവസമുണ്ടല്ലോ. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ചെമ്പിന്റെ തറയിലെ തലയുടെ മുകളിൽ അല്ലാഹുവിന്റെ ഭയാനകമായ സൂര്യനുദിച്ചു നിൽക്കുന്ന പരലോകമുണ്ടല്ലോ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ, പെങ്ങളെ, ചെമ്പിന്റെ തറയാ,
നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമല്ലോ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും കരഞ്ഞു പിടിച്ചുകൊണ്ട് 70,000 ചങ്ങലകളിൽ അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ പിടിച്ച് കെട്ടിയിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ സുബ്ഹാനല്ലാഹ് തല താഴ്ത്തി പിടിച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ്, ആ ഭയാനകമായ നരകത്തെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവിടെന്ന് കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ പെങ്ങളെ എന്തൊരു ദാഹമാമോളെ, എന്തൊരു ദാഹമാമോളെ. ആ പരലോകത്ത് നിൽക്കുമ്പോ മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, അനാസ്ഖീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുവരും നബിയേ അങ്ങയുടെ ഹൗലുൽ കൗസറിന്റെ ചാരത്തേക്ക്, അങ്ങയുടെ ഹൗലുൽ കൗസറിന്റെ ചാരത്തേക്ക് ഒരിക്കൽ കുടിച്ച ജീവിതത്തിൽ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗലുൽ കൗസർ ഉണ്ടല്ലോ. ഇന്നാ അഅതൈനാകൽ കൗസർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കൗസറിനെ കുറിച്ച് പറഞ്ഞല്ലോ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മനുഷ്യര് നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഹൗലുൽ കൗസറിന്റെ ചാരത്തേക്ക് അവിടുന്നതാ മീകായിൽ എന്ന് പറയുന്ന മലക്ക് വിളിച്ചു കൊണ്ടുവരികയാ. പടച്ചവനെ, രണ്ടാമത്തെ പ്രതിഫലവാപ്പാ പെങ്ങളെ, മൂന്നാമത്തെ പ്രതിഫലം കേൾക്കടോ. ആരാ വരുന്നതെന്നറിയോ? ആരാ വരുന്നതെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിരുതാറ് പടച്ചവനെ സൂറും പിടിച്ചുകൊണ്ട് കിടക്കുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ എനിക്കും ഇഷ്ടമാണ് നബിയേ. നാളെ പടച്ച റബ്ബിന്റെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എനിക്കവരെ വല്ലാത്ത ഇഷ്ടമാണ്, ഞാൻ അവരെ മറക്കൂല, ഞാൻ അവരെ മറക്കൂല. പള്ളി കെട്ടിക്കൊടുത്തവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, സദക്ക കൊടുക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, നബിയേ അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഉ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കോടാലി കൂടി വരുന്ന ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്ന ദിവസം യാ വൈലതാ യാ ഹസ്റതാ എന്ന് പരസ്പരം കിടന്ന് കരയുന്ന ദിവസം, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ, ജന്മം കൊടുത്ത പിതാവോ നൊന്ത് പ്രസവിച്ച മാതാവോ പറപ്പുകളോ കുടുംബക്കാരോ ഒരാളും തിരിഞ്ഞു നോക്കാത്ത അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന സമയത്ത് പെങ്ങളെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച നിന്റെ പൊന്നാര മക്കള് നാളെ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്ന ദിവസം അല്ലാഹുവോട് പറയുകയാ, എന്റെ ഉമ്മച്ചിയെ ഒന്നും മലർത്തി കടത്തി തരുവോ അല്ലാ, എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാടെ നെഞ്ചത്ത് ഞാനൊന്ന് കേറി നിൽക്കട്ടെ അല്ലാ. നമ്മുടെ പൊന്നാര മക്കൾ അല്ലാഹുവിനോട് പറയുകയാണ്, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാവങ്ങൾ എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ച് ഉപ്പാന നരകത്തിലെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ എന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് മക്കള് പറയുമ്പോ ആരാരുമില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകം നഫ്സി നഫ്സി, എല്ലാവർക്കും അവരുടെ കാര്യമാടോ, ഒരാളുമില്ലടോ, ഒരാളും സഹായിക്കില്ലടോ, എല്ലാവരും അവരവരുടെ കാര്യമാണ്. അങ്ങനെ ഓടുന്ന ദിവസത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ഇസ്രാഫീൽ സുജൂദിൽ കിടക്കുകയാ, ഇസ്രാഫീൽ സുജൂദിൽ കിടക്കുകയാ. അല്ലാഹു പറയുന്നു, എഴുന്നേക്ക് ഇസ്രാഫീൽ, എഴുന്നേക്ക് ഇസ്രാഫീൽ. എന്തിനാ ഇവിടെ കിടക്കുന്നത്? അല്ലാഹു
അല്ലാഹുവേ, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ഈ പെണ്ണിന് പുറത്തു കൊടുക്കാതെ ഞാൻ എഴുന്നേക്കില്ല അല്ലാ. ഞാനിവിടെ നിന്ന് തല ഉയർത്തണമെങ്കിൽ, ഞാനിവിടെ നിന്ന് എഴുന്നേക്കണമെങ്കിൽ ഈ പാവപ്പെട്ടവന് പുറത്തു കൊടുക്കണം തമ്പുരാരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ട് നടന്ന ഈ നബിയെ സ്നേഹിച്ചവന് നീ പുറത്തു കൊടുക്കണം തമ്പുരാരെ. എല്ലാവരും കൈയടിക്കുന്ന ദിവസം അല്ലാഹുവിന്റെ മുമ്പിൽ കിടന്നൊരു മലക്ക് കരയും, ചെറുപ്പക്കാരാ നിനക്ക് വേണ്ടി, അള്ളാന്റെ റസൂലിന്റെ മേലെ സ്വലാത്ത് പറയുന്ന നിനക്ക് വേണ്ടി നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലമുണ്ടടാ ചെറുപ്പക്കാരാ. അസ്സിറാത്തു അലാ ജഹന്നം മിസ്ലു ഹർഫി സ്വൈഫി. വാളിന്റെ അഗ്രഭാഗത്തെക്കാളും മൂർച്ചയുള്ള വല്ലാത്ത വഴുവഴുപ്പുള്ള ഇരുട്ട് മൂടിയ അല്ലാഹുവേ, ഒരു മുടി ഏഴായിട്ട് മുറിച്ചാൽ അതിലൊരു അംശം എത്ര നേർമയുള്ളതാണോ അതിനെക്കാലം നേർമയുള്ള പാലമാ സിറാത്ത്. വല്ലാത്ത ദൂരമാ. ഈ പാലത്തിലൂടെ അല്ലാതെ സ്വർഗപ്രവേശനമില്ല. ആ വഴിയല്ലാതെ വേറൊരു വഴിയില്ല. അത് നരകത്തിന്റെ മുകളിലാ. നരകത്തിന്റെ തീയുണ്ടല്ലോ, നരകത്തിന്റെ കൊളുത്തുണ്ടല്ലോ. മനുഷ്യന്മാരെ തിന്നുന്ന ആ പരച്ചറബിന്റെ പരലോകത്തില് സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ. ആ പാലത്തിന്റെ മുറ്റത്ത് നീ നിൽക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് പറയുന്നത്, നബിയേ എനിക്കിഷ്ടമാ നബിയേ, എനിക്കവരോട് സ്നേഹമാ നബിയേ, ഞാനവരെ പരിഗണിക്കും നബിയേ. എപ്പോഴാണ് പരിഗണിക്കുന്നതെന്നറിയോ? നാളെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുമ്പിൽ പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുമ്പോ അനാഹിദം ബിയദിഹി വയമുറു അല സിറാത്ത്. കൈപൊക്കിയ ചെറുപ്പക്കാരാ പിടിക്കടാ, കൈപൊക്കിയ പെങ്ങള് സലാത്ത് പറയുമെന്ന് തീരുമാനമെടുത്ത ഉമ്മ ജിബ്രീൽ പറയുന്നു പിടിക്ക്, എന്റെ കയ്യിലേക്ക് പിടിക്ക്, എന്റെ കയ്യിലേക്ക് പിടിക്ക്. ആ മലക്ക് നിന്റെ കൈപിടിച്ച സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരെ, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ, അവിടുത്തെ മൗലിദ് പാരായണം ചെയ്യുന്നവരെ, റബീഇനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരെ, നബിദിനം തീരുന്നതോടുകൂടി നബിതങ്ങളോടുള്ള മഹബത്ത് തീരരുത് മക്കളെ. അഞ്ചാമത്തെ പ്രതിഫലം കേൾക്കണോ? അല്ലാ, ഈ സ്നേഹം വെറുതെയാകില്ല, ഈ സ്നേഹം വെറുതെയാകില്ല. അല്ലാഹുവിന്റെ റസൂല് നിന്നെ മറക്കൂല, നബിതങ്ങള് നിന്നെ മറക്കൂല. മുത്തുനബിയുടെ കൂടെയാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാടാ. ഇന്ന ഫിൽ ജന്ന, നബിതങ്ങള് പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ സ്വർഗത്തിന് 100 പദവിയാ, 100 പദവിയാണ് സ്വർഗത്തിനുള്ളത്. പടച്ചവനെ മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. 100ാമത്തെ പദവിയാ മോനെ ജന്നാത്തുൽ ഫിർദൗസ്. നബി തങ്ങൾ പറഞ്ഞല്ലോ സ്വർഗം ചോദിച്ചാ പോരാ, സ്വർഗം ചോദിച്ചാ പോരാ, അല്ലാഹ് സ്വർഗം ദാ, സ്വർഗം ദാ എന്ന് ചോദിച്ചാ പോരാ. സല്ലു വൽ ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേ സ്വഹാബാ. പെങ്ങളെ അല്ലാഹുവിനോട് പറയണം, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണേ അല്ലാ. അത് 100ാമത്തെ സ്വർഗമാ, അത് സ്വർഗത്തിലെ 100ാമത്തെ പദവിയാ. അവിടെയാണ് നബിതങ്ങളുള്ളത്, അവിടെയാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുള്ളത്. അതുകൊണ്ട് നാളെ നബിതങ്ങളുടെ കൂടെയാ